ഇപ്പം കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് കാൽഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യത്തിന്റെ കുറവ്. അപ്പൊ അത് കറക്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഈ കാൽഷ്യവും മഗ്നീഷ്യം ഇതുപോലെ തന്നെ മാനസിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. കാൽസ്യം നമ്മളിപ്പം ഈ ഏറ്റവും എക്സ്ട്രീം കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പ്രഗ്നൻസിയിലൊക്കെ ഉണ്ട് ഈ കൺവൽഷൻ വരുന്നത് ഒരു ഈ എപ്പിലെപ്സി ഇങ്ങനെ ഫിറ്റ്സ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രെയിനിന്റെ ഫങ്ഷനിങ്ങിന്റെ ഒരു എക്സ്ട്രീം സ്റ്റേജ് വരുമ്പോഴാണ്. അപ്പോൾ അതിന് ലാസ്റ്റ് റിസോർട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് മഗ്നീഷ്യം ഇഞ്ചക്ഷനാണ്. മറ്റുള്ള ഒരു ഇതും പറ്റില്ലെങ്കിൽ നമ്മൾ മഗ്നീഷ്യം ഇഞ്ചക്ഷനാണ്. മഗ്നീഷ്യം നമ്മുടെ നെർവ്സിനെ ക്വയറ്റൻ ചെയ്യും. ഇപ്പം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല മരുന്നുകളും ബിപിക്കൊക്കെ മരുന്ന് കഴിക്കുന്നവർക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് അതിന്റെ ആക്ഷൻ അറിയില്ലായിരിക്കും. പക്ഷെ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ ഈ ഇതിനകത്ത് ഈ കാൽസ്യം ചാനലുകൾ കാൽസ്യമാണ് നമ്മുടെ മസിലിനെ ആക്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മളുടെ രക്തക്കുഴലുകളുടെ മസിലിനെയും അല്ലാത്ത മസിലിനെയൊക്കെ. അപ്പം ഈ ഇതിന്റെ കൺട്രാക്ഷന് വേണ്ടിയിട്ട് പോകുന്ന ഇതാണ് കാൽസ്യം വരുന്നത്. മഗ്നീഷ്യത്തിന്റെ ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെർവ്സിന് ഒരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടും. അപ്പം മഗ്നീഷ്യം ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേസമയത്ത് മഗ്നീഷ്യത്തിന്റെ അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടെൻഷനുകൾക്കൊക്കെ ഒരു ആശ്വാസമാണ്. അപ്പൊ പലപ്പോഴും കാണാറുണ്ട് ഇപ്പോൾ ഒത്തിരി ഈ പല രീതിയിലുള്ള ഡോക്ടേഴ്സും മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് അങ്ങനെ കൊടുത്ത് കാണാറില്ല. അല്ലാതെ ഈ നാച്ചുറോപ്പതി അങ്ങനത്തെയൊക്കെ ഉള്ള ട്രീറ്റ്മെന്റിൽ പലരും ഇത് സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്ന കാണാറുണ്ട് മഗ്നീഷ്യത്തിന്റെ. പക്ഷെ നമുക്ക് ഡെഫിനറ്റ്ലി അതിനോട് വേറെ കുഴപ്പമില്ല. പക്ഷെ മഗ്നീഷ്യം നമ്മളുടെ വളരെ ഇതായിട്ടുള്ള ഇതാണ്. എല്ലാം പച്ച നിറമുള്ള, അതായത് ഈ നമ്മളെ ക്ലോറോഫിൽ ഉണ്ടല്ലോ, അതിന് നമ്മളുടെ ബ്ലഡിന് കളർ കൊടുക്കുന്ന റെഡ് കളർ കൊടുക്കുന്ന ഹീമോഗ്ലോബിൻ ആണെന്ന് പറയുന്ന പോലെ ഈ പച്ചിലകൾക്ക് പച്ച നിറം കൊടുക്കുന്നത് ക്ലോറോഫിലാണ്. ഈ ക്ലോറോഫിൽ ഉണ്ടാക്കാനായിട്ട് മഗ്നീഷ്യം വേണം. അപ്പൊ ഏറ്റവും ബെസ്റ്റ് സോഴ്സ് നമ്മൾ പച്ച നിറമുള്ള പ്രത്യേകിച്ച് ക്ലോറോഫിൽ ഇലക്കറികൾ കഴിക്കാന്നാ. പക്ഷെ നമുക്ക് പ്രോബ്ലം ഇപ്പൊ നമ്മൾ പേഷ്യൻസിനോടാണെങ്കിലും പറയുന്നത് ഡോക്ടറെ ഇലക്കറി ഒന്നും കിട്ടുന്നില്ല, ഇലക്കറി മേടിക്കാനില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് മാനസിക പ്രോബ്ലം ഉള്ളവരും അല്ലാത്ത എല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും വളർത്തിയില്ലെങ്കിലും കുറച്ച് ലീഫി വെജിറ്റബിൾസ് വീട്ടിൽ തന്നെ വളർത്താൻ നോക്കുക. കാരണം അതിൽ ഏറ്റവും കൂടുതൽ വിഷം അടിക്കുന്നതും ഇത് വരുമല്ലോ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അതും ഉണ്ടാവും. ഇപ്പൊ പറയുന്നത് എല്ലാ സാധനവും ഇങ്ങനെ വാടിപ്പോവാതിരിക്കാൻ പോലും എന്തോ കെമിക്കലി മുക്കുന്നുണ്ടെന്നാണ്. അപ്പം അതൊരു വലിയൊരു റിസ്ക് തന്നെയാണ്. പക്ഷേ ഇലക്കറി ആവശ്യമാണ്. അതുകൊണ്ട് വേറെ ഒരു പൂച്ചെടി പോലും നട്ടില്ലേലും നമ്മളെല്ലാവരും ഫ്ലവറിംഗ് പ്ലാന്റും വലിയ ഗാർഡനും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഒരു ഇലക്കറിക്ക് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും രീതിയിൽ നമ്മളത് പ്ലാന്റ് ചെയ്യുക, അത് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് തിങ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.